ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കോക്കനട്ട് ലഡു ആണ് കേട്ടോ കാണിക്കുന്നത്. 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടിന്നിൻ്റെ ഹാഫാണ് ഞാൻ എടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ തേങ്ങ ചെറിയത് 2 കപ്പാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഹാഫ് എടുക്കുന്നത്. അതെല്ലാം 4 കപ്പാണ് തേങ്ങ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒരു ടിന്ന് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ പാൻ അടുപ്പിൽ വെച്ചിട്ട് തേങ്ങ ചിരകിയതും കണ്ടൻസ് മിൽക്കും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഹാഫ് ടിന്ന് ഒഴിച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ കണ്ടൻസ് മിൽക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ചൂടായതിന് ശേഷം സിമ്മിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നന്നായി ചൂടായി വരുമ്പോൾ ഇതിങ്ങനെ നന്നായി മെൽറ്റായിട്ട് ഇങ്ങനെ കുറച്ച് ലൂസായി വരും. കണ്ടൻസ് മിൽക്ക് ഇങ്ങനെ ലൂസായിട്ട് വരും. അത് വന്നത് നന്നായി നമ്മളൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിക്കായിട്ട് നമ്മൾ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ പരുവത്തിൽ വരും. അത് ആണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പം നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണം. എന്ന് വെച്ചാൽ പെട്ടെന്നാവും, എന്ന് വെച്ചാൽ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ടൻസ് മിൽക്ക് ഒന്ന് തിക്കായിട്ട് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന തിക്നെസ്സിൽ വന്നാൽ മതി. അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, വേറെ ഒരു സംഭവമില്ല. ഇൻഗ്രീഡിയൻസ് ആകെ ഈ 2 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഇതുപോലെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടും. ഡ്രൈ ഇങ്ങനെ ആ ഒരു ലൂസായിട്ടുള്ളതൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിൽ നല്ല കണ്ടൻസ് മിൽക്കൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വെറുതെ കണ്ടൻസ് മിൽക്ക് കുട്ടികൾ വെറുതെ കഴിക്കുന്നതാവും. അപ്പോൾ ഈ തേങ്ങയും കൂടിയും ചേർത്തിട്ട് നമുക്കിതുപോലെ ഒരു ലഡു ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് കുട്ടികൾക്കൊരു മധുരത്തിനൊക്കെ എടുത്ത് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് കോക്കനട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനുണ്ട് കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ തേങ്ങ ചിരകിയത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വെള്ളം വലിച്ചൊന്ന് ഡ്രൈ ആയി കിട്ടണം തേങ്ങ. വല്ലാണ്ട് ഇങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മേടിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവില്ല. അത്രക്കായാലും കുഴപ്പമില്ല. ഇതേപോലെ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ കോരിയിടുമ്പോൾ ഇങ്ങനെ വിട്ട് ഇങ്ങനെ പോരുന്ന പരുവത്തിൽ എടുക്കുക. ആ രീതിയിൽ എടുത്താൽ മതിയാവും. അപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് പതുക്കെ അടിച്ചിട്ടാണ് കേട്ടോ ഞാൻ. അപ്പോൾ തേങ്ങ എല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് അടിഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒരു കറക്കൽ കറക്കിയാൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒരേ ലെവലിലൊന്ന് പൊടിഞ്ഞു കിട്ടും. ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ടെടുത്ത് ഉരുട്ടിയിട്ട് ഈ കോക്കനട്ടിലിട്ടിട്ട് ഡ്രൈഡ് കോക്കനട്ടിലിട്ടിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ വാങ്ങിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ അതേപോലെ ആക്കിയിട്ടില്ലെങ്കിലും കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഫുള്ള് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മളെല്ലാ റോളും ഉരുട്ടി വെച്ച് കോക്കനട്ടിലൊക്കെ മുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് കഴിക്കാം. നല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ മിക്ക കുട്ടികൾക്കും ഈ ഇഷ്ടമാണ് മിൽക്ക് മെയ്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.